ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എൻ്റെ കുറച്ച് പ്രഭാത കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. ഇപ്പോൾ സമയം ഏകദേശം 7 മണിയൊക്കെ ആയിട്ടുണ്ട്. സൂര്യനെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന ഈ ചെടി ഏതാണെന്ന് മനസ്സിലായോ? ഇതിനെ പൂച്ചപ്പഴം, പൂടപ്പഴം എന്നൊക്കെ പറയും. ഇതിനെപ്പറ്റി മറ്റൊരു വീഡിയോ നിങ്ങളോട് ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ ഇതെൻ്റെ വയലറ്റ് പയർ. മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല നീളം വെക്കുന്ന ഒരു പയറാണ്. ഒരു 10-15 പയറൊക്കെ കിട്ടുവാണെങ്കിൽ ഒരു കറി സുഖമായി വയ്ക്കാം. കാണാനും അഴകാണ് ഈ പയർ. ഗ്രോ ബാഗിൽ വെക്കുന്ന കാരണം ഉണ്ടാകുന്ന പയറിനൊരു പരിമിതിയുമുണ്ട്. പിന്നെ ഉള്ളത് മുന്തിരിവള്ളിയാണ്. എനിക്ക് പ്രത്യേകത മുന്തിരി വള്ളി വെച്ചിട്ടുണ്ട്. ഒരു മുന്തിരി പിന്നെ 2-3 കുലകളും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ശ്രദ്ധക്കുറവാണ്, അല്ലെങ്കിൽ ഈ വർഷം കുറച്ച് മുന്തിരിക്കുലകളും കൂടി ഉണ്ടായിപ്പോയെന്ന് തോന്നിപ്പോയി. എന്തായാലും ഈ വർഷം കായ്ക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമായത് കണ്ടപ്പോൾ. പിന്നെ ഇത് ഞാൻ വീഡിയോയിൽ ആദ്യം കാണിച്ച പൂച്ചപ്പഴം ചെടി. ഇതിൻ്റെ കായകൾ ഇങ്ങനെ ഇലയുടെ മുകളിലായാണ് ഉണ്ടാകുന്നത്. ഓരോ ഇലയുടെ മുകളിലും കായാണ്. പഴുത്ത് കഴിയുമ്പോൾ മഞ്ഞ കളറാകും. മുന്തിരിവള്ളിയും കോവലും പൂച്ചപ്പഴം ചെടിയും എല്ലാം ഒന്നിച്ചാണ് കയറിപ്പോയിരിക്കുന്നത്. പിന്നെ ഇതെൻ്റെ കുറ്റിപ്പയർ ചെടികളാണ്. അത്യാവശ്യം കായ്കളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് വള്ളിപ്പയറാണ്. ഇതിലും പയറുണ്ടായിട്ടുണ്ട്. ഇതെൻ്റെ പച്ചമുളക് നിറയെ കായ്ച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഇതെൻ്റെ ഒരു കുറ്റിപ്പയർ ചെടിയാണ്. കുറ്റിപ്പയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളർ ചുവപ്പാണ്. ഇതിപ്പം പച്ച കളറായി നിൽക്കണം. ഇനി ഇത് ചുവപ്പായി മാറും. ഇച്ചിരി വീതി കൂടി ഉള്ള ഒരു പയറാണിത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് റെഡ് കളറായിട്ട് മാറും. പിന്നെ ഇത് വയലറ്റ് പയറിൻ്റെ മറ്റൊരു ചൂടാണ്. നല്ല നീളമുണ്ട് ഈ പയറിനൊക്കെ. പിന്നെ ഉള്ളത് വെള്ളവഴുതനങ്ങയാണ്. ഇതൊക്കെയാണ് എൻ്റെ ടെറസിലെ കാഴ്ചകൾ. പയർ തന്നെ 2-3 ഐറ്റം ഉണ്ട്. 2-3 അല്ല, 3-4 ഐറ്റം ഉണ്ട്. പിന്നെ ഇത് കത്തിരിക്കയുടെ ഈ ഒരു വെറൈറ്റി ഉള്ളൂ. പിന്നെ ഉള്ളത് വഴുതനങ്ങ നീളമുള്ളതാണ്. പിന്നെ ഇത് ആകാശവെള്ളരി. ആകാശവെള്ളരി നിറയെ കായ്കളൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് പിരിയൻ മുളകാണ്. ഞാൻ അരി നട്ട് കിളിർപ്പിച്ചതാണ്. പഴുത്ത് കഴിയുമ്പോഴാണ് ഇത് പിരിയനായിട്ട് മാറുന്നത്. അല്ലാത്തപ്പം പച്ച കളറായിരിക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് വീഡിയോ കാണുന്ന പോലെയല്ല, നല്ല വലുപ്പമുള്ളൊരു മുളകാണിത്. വണ്ണവും ഉണ്ട്, നീളവും ഉണ്ട്. വെള്ളരിക്കയാണ്. എൻ്റെ തോട്ടത്തിൽ എപ്പോഴും ഒരു 2-3 ചുവട് വെള്ളരി കാണും. കായ്കളൊക്കെ അത്യാവശ്യം പിടിച്ചിട്ടുണ്ട്. ഇത് വെള്ളരിക്കയുടെ പൂവാണ്. ആൺപൂവും പെൺപൂവും ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ ഇവിടെയായൊക്കെ ഞാൻ കുറച്ച് പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു കുഞ്ഞ് പാവയ്ക്ക ഉണ്ടായി വരുന്നതാണ്. ഇത് വെള്ളവഴുതനങ്ങയുടെ മറ്റൊരു ചോടാണ്. നല്ല മുള്ളാണ് ഈ വെള്ളവഴുതനങ്ങയ്ക്കൊക്കെ. പിന്നെ ഈ പച്ചമുളകൊക്കെ കായ്ച്ച് കഴിഞ്ഞതാണ്, സീസൺ കഴിഞ്ഞതാണ്. ഇനി ഇതെല്ലാം പറിച്ച് കളയേണ്ട ചെടികളാണ്. പിന്നെ ഇത് താഴെ നിന്ന് മുകളിലേക്ക് വന്നേക്കുന്ന ഈ മുരിങ്ങച്ചെടിയാണ്. അതും നിറയെ കായ്ച്ചിട്ടുണ്ട്.
പിന്നെ ഇത് പൂച്ചപ്പഴത്തിൻ്റെ പൂവാണ്, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത്രയൊക്കെയാണ് എൻ്റെ അത്യാവശ്യം പ്രഭാത കാഴ്ചകൾ.